അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഗോൾഡ് സൂക്കിന്റെ കാഴ്ചകളായിരുന്നു. അപ്പോൾ ഗോൾഡ് സൂക്കിലെ കാഴ്ചകളും ഡയമണ്ട് എല്ലാം കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഗോൾഡ് സൂക്ക് കാണാൻ വരുന്നവർക്ക് ഗോൾഡ് സൂക്ക് മാത്രമല്ല, ദുബായിയുടെ തന്നെ ട്രഡീഷണൽ ആയ പലതരം ഷോപ്പിംഗ് എക്സ്പീരിയൻസും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ദുബായ് തന്നെ ഫേമസ് ആയ അറബിക് സ്പൈസസും ചോക്ലേറ്റ്സും അതുപോലെ ലൈറ്റ്സ്, മാട്രസ്, ഇതൊക്കെ തന്നെയാണ് ഗോൾഡ് സൂക്കിന്റെ അടുത്തുള്ള മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറത്തിറങ്ങി സ്പൈസസിന്റെ മണം പിടിച്ച് പോയാൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പൈസസ് മാർക്കറ്റിൽ എത്താൻ പറ്റും. ഇതിൽ കാണുന്ന പോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറേബ്യൻ സ്പൈസസ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ കുറവൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ റെയിനോട് ചോദിച്ചപ്പോൾ അവള് കുറച്ചൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. സാധാരണ അറബിക് ഫുഡിൽ നമുക്ക് ഇത്ര സ്പൈസസ് ഒന്നും കാണാൻ സാധിക്കില്ല, പക്ഷെ എന്താണെന്നറിയില്ല, ഇവിടെ കുറെ സ്പൈസസ് കാണും. പിന്നെ ഈ മാർക്കറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സഫ്രോൺ തന്നെയാണ്, അതായത് കുങ്കുമപ്പൂ തന്നെയാണ്. ഇവിടെ വരുന്ന ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ മെയിൻ ഐറ്റം തന്നെ സഫ്രോൺ ആണ്. സമയം രാത്രി ആയതുകൊണ്ടാവും ടൂറിസ്റ്റിന്റെ അധികം തിരക്ക് നമ്മളിവിടെ കണ്ടില്ല മാർക്കറ്റിൽ. ഇതൊരു വേറൊരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇതുപോലെ തന്നെ സ്പൈസസ് മൊത്തം ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചില്ലിൻകൂട്ടിൻ്റെ അകത്ത് കുങ്കുമപ്പൂവും വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് ലൈറ്റ്സ് മാർക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ അറേബ്യൻ ഡിസൈനിലുള്ള കുറേ തരം ലൈറ്റ്സ് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഗ്ലാസിന്റെ മുകളിലുള്ള പെയിന്റിങ്സ് ആണ്. പെയിന്റിങ്സ് ആണോ സ്റ്റിക്കർ വർക്ക് എന്ന് അറിഞ്ഞൂടെ, പക്ഷെ ഡിഫറെന്റ് കളറായ കാരണം പിന്നെ ചെറിയ ലൈറ്റ് ഇട്ട കാരണം നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കുറെ ചിരിച്ച മുഖമുള്ള കച്ചവടക്കാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവർ തന്നെയാണ് ഇവിടുത്തെ ടൂറിസ്റ്റിനൊക്കെ അട്രാക്ട് ചെയ്യുന്നത്. പിന്നെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ ലേഡീസ് വാലറ്റ്, ഷോൾ, പിന്നെ അറബിക് ഡിസൈനിലുള്ള ഡ്രസ്സ്, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ടൂറിസ്റ്റുകളൊക്കെ കുറവായത് കൊണ്ട് തന്നെ മിക്ക ഷോപ്പുകളും എംപ്റ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാം. പിന്നെ പോകും തോറും സ്പൈസസ് മാത്രമല്ല, മിക്സ് ആയിട്ടുള്ള ഷോപ്സ് തന്നെയാണ്. പുറത്ത് സ്പൈസസ് വെച്ചിട്ടുണ്ട്, അകത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സും അതുപോലെ തന്നെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെയാണ് ഈ ഷോപ്പ് കണ്ടത്. ഈ ഷോപ്പ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നും, കാരണം ലൈറ്റ്സ് ഒക്കെ അങ്ങനെയാണ് അവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കടയിലെ ആളും എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. റോഡ് സൈഡിൽ വരുന്ന എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് ഓക്കെ നിങ്ങൾ അകത്ത് വന്നോളൂ, ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കയറി വരുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഡിസൈനിലുള്ള പ്ലേറ്റ്സ്, പിന്നെ മഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഈ ഷോപ്പിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയധികം ലൈറ്റ്സ് ഹാങ് ചെയ്തിട്ടുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ സെൽഫി പോയിന്റ് തന്നെ ഈ ഷോപ്പാണ്. ഹാങ്ങിങ് ലൈറ്റ്സ് മാത്രമൊന്നുമല്ല, വോൾ മൗണ്ടഡും അതുപോലെ തന്നെ ടേബിൾ ലാംപ്സ് പോലത്തെ ഡിസൈനുള്ള ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിട്ട് നമ്മൾ കണ്ടു. പിന്നെ അതായത് ഈ കടയുടെ ഉള്ളിൽ അസാധ്യ കളക്ഷൻ ആണെന്ന് തന്നെ പറയാം. എല്ലാ ഡ്രസ്സും ഷോപ്പ് പീസ് കൊണ്ടും ലൈറ്റ്സ് കൊണ്ടും എല്ലാം നല്ല മനോഹരമായ ഒരു ഷോപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും സെയിം നമുക്ക് ഇതുപോലത്തെ ഐറ്റംസ് തന്നെയാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഉള്ളിലൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റും പുറത്തൊക്കെ ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റിന്റെ ഒരു പ്രതീതി തന്നെയാണ് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഉടുപ്പ് ഈ കുങ്കുമപ്പൂ തന്നെയാണെന്ന് തോന്നുന്നത്. എല്ലാ ഷോപ്പിലും ഇത് ഏകദേശം ഈ ചില്ലിൻകൂട്ടിൽ തന്നെയാണ് വെച്ചത്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഹെർബ്സിന്റെയും അതുപോലെ തന്നെ പാത്രങ്ങളുടെ ഒക്കെ ഒരു മാർക്കറ്റ് തന്നെയാണ് അവിടെ കാണുന്നത്. അപ്പം ബാക്കി എല്ലാ കാഴ്ചകളും അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.